ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ താളവും ഒറ്റ വരിയിൽ ഒതുക്കാമെങ്കിൽ അത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് എന്നായിരിക്കും. ഒരു കാലത്ത് അവഗണനയുടെ ഇരകളായിരുന്നവർ ലക്ഷ്യത്തിൻ്റെ മേലങ്കി അണിഞ്ഞ് കാലത്തിന് മീതെ നടന്ന് നമ്മെ തൊടുന്നവരാകും എന്ന കാര്യം ഈ മനുഷ്യൻ കൂടെ കൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദാർശനികനും ഗ്രീക്ക് സാഹിത്യത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാളുമായ നിക്കോസ് കസാൻദിസാക്കിസിന്റെ ഗോഡ്സ് പൗപ്പർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി അവതരിപ്പിക്കുന്ന ഡോക്യുമെന്ററി നിസ്വൻ. കസാൻദിസാക്കിസിന്റെ തന്നെ വാക്കുകൾ ശ്രദ്ധേയം. ഇതെഴുതാൻ ഉപയോഗിച്ച കടലാസ് എന്റെ കണ്ണീര് വീണ് കുതിർന്നിരിക്കുന്നു. എനിക്ക് മീതെ ആ കരം വിരിഞ്ഞു നിന്നു. ഒരിക്കലും ഉണങ്ങാത്ത മുറിവുള്ള ഒരു കരം, ആരോ ആണിയടിച്ച് വ്രണപ്പെടുത്തിയ, ആരൊക്കെയോ നിരന്തരം ആണിപ്പഴുതുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കരം. തേവര സേക്രഡ് ഹാർട്ട് കോളേജ് മലയാള വിഭാഗം അധ്യാപിക ഡോക്ടർ സിസ്റ്റർ തെരേസ് ആലഞ്ചേരി SABS തയ്യാറാക്കിയ ഡോക്യുമെന്ററിയിൽ വേഷമിടുന്നത് എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജ്, രാജഗിരി, ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജ് എന്നിവിടങ്ങളിലെ അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമാണ്. ദൈവത്തിന്റെ ഭാഷയിൽ ദൈവത്തോടും മനുഷ്യരുടെ ഭാഷയിൽ മനുഷ്യരോടും തിരിയക്കുകളുടെ ഭാഷയിൽ തിരിയക്കുകളോടും സംവദിച്ച ഒരാൾ, അനുഗ്രഹീത കവിയും ഗായകനുമായിരുന്ന വിശുദ്ധൻ, ജീവജാലങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സ്നേഹിതൻ, പക്ഷികളോടും കടൽ മത്സ്യങ്ങളോടും സുവിശേഷം പ്രസംഗിച്ചവൻ, ക്രൂരനായ ചെന്നായി ആലിംഗനം ചെയ്ത് സ്നേഹിത എന്ന് വിളിച്ച് ചേർത്ത് പിടിച്ചവൻ വിശുദ്ധ ഫ്രാൻസിസ്. ലൗകിക വികാരങ്ങളുടെ തീച്ചൂളയിൽ പുടഭാഗം ചെയ്യപ്പെട്ട വിശുദ്ധിയുടെ തങ്കവിഗ്രഹം. മഞ്ഞിൽ കിടന്നുരുളാനും അരയിലെ കയറടിച്ച് സ്വയം പ്രഹരിക്കാനും ശ്രമിച്ചവൻ, നിന്ദനങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങിയ ദൈവത്തിന്റെ പ്രിയപ്പെട്ട തോഴൻ, സ്വർഗത്തിന്റെ പോലും സ്വസ്ഥത കെടുത്തി ചലനങ്ങളെ വ്യതിചലനങ്ങളാക്കിയവൻ, കൊടും തപസിൽ മാംസരൂപമെടുത്ത മറ്റൊരു ക്രൂശിതൻ, ലെവേണിയ മലനിരകളെ പ്രകമ്പനം കൊള്ളിച്ച നാമം ഫ്രാൻസിസ്. യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട ഫ്രാൻസിസിന്റെ ചിന്തകൾ ആത്മാവിനെ ചുട്ടുപൊള്ളിക്കുന്നതായിരുന്നു. പണവും ആഡംബരങ്ങളും സുഖജീവിതവും. ഫ്രാൻസിസ് അതുവരെയുള്ള തന്റെ ജീവിതത്തെ ഓർമ്മിച്ചെടുത്തു. സംഗീതം, ആഘോഷങ്ങൾ, നൃത്തം, സുഹൃത്തുക്കൾ, പീറ്റർ ബെർണാദ് എന്ന തന്റെ പ്രിയപ്പെട്ട അപ്പൻ, പ്രഭയായ അമ്മ, ക്ലാര എന്ന അതിസുന്ദരിയായ പെൺകുട്ടി, എല്ലാം ഓർമ്മകളിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. മാസങ്ങൾ പലത് കഴിഞ്ഞു. തടവറയിൽ നിന്ന് പുറത്തു വന്ന ഫ്രാൻസിസ് ആകെ മാറിയിരുന്നു. ജീവിതത്തിന്റെ നശ്വരതയെയും സ്വർഗത്തിന്റെ നിത്യതയെയും കുറിച്ചുള്ള ചിന്തകൾ അയാളിലെ സംഘർഷത്തിന് ആക്കം കൂട്ടി. ഒരിക്കൽ അലമാരയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന വസ്ത്രങ്ങൾ ദരിദ്രരായ ആളുകൾക്ക് വിതരണം ചെയ്യുകയായിരുന്നു ഫ്രാൻസിസ്. ഇതുകണ്ട് കുപിതനായ പീറ്റർ ബെർണാദ് അലറിക്കൊണ്ട് ഫ്രാൻസിസിനു നേരെ തിരിഞ്ഞു. മകനെ ശപിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തുകൊണ്ട് ഉപദ്രവിക്കാനായി പാഞ്ഞെടുത്തു. ഫ്രാൻസിസ് അതിവേഗം ഓടി ദേവാലയ നടയിലിരുന്ന് ഭിക്ഷ യാചിച്ചിരുന്ന മനുഷ്യന്റെ അടുക്കലെത്തി. അയാളുടെ കരങ്ങൾ ബലമായി പിടിച്ച് തന്റെ തലയിൽ വെച്ചിട്ട് പറഞ്ഞു, എന്റെ പിതാവിനെ ശപിക്കുന്നു, ദയവായി അങ്ങ് എന്നെ അനുഗ്രഹിക്കണേ. അപ്പോഴൊക്കെയും ഫ്രാൻസിസ് സ്നേഹം കൊണ്ട് കത്തുകയായിരുന്നു. വൈകാതെ തന്നെ ഫ്രാൻസിസ് ബിഷപ്പിന്റെ അടുക്കലെത്തി താൻ ധരിച്ചിരുന്ന വസ്ത്രം മൂരി കാൽക്കൽ വെച്ചിട്ട് പറഞ്ഞു, ഇനി മുതൽ പീറ്റർ ബെർണാദ് പ്രഭു എന്റെ അപ്പനല്ല, സ്വർഗസ്ഥനായ പിതാവാണ് എന്റെ അപ്പൻ. തന്റെ കുപ്പായം കൊണ്ട് ഫ്രാൻസിസിനെ പൊതിഞ്ഞ് നെറ്റിയിൽ ചുംബനം നൽകി അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ബിഷപ്പിനെയും ഫ്രാൻസിസിനെയും കണ്ണീരോടെയല്ലാതെ നമുക്ക് കാണാൻ കഴിയുമോ? എല്ലാം ഉപേക്ഷിച്ച് ദാരിദ്ര്യത്തെ പുൽകി ക്രിസ്തുവിന് വേണ്ടി മാത്രമായി ജീവിക്കാൻ തീരുമാനിച്ച ഫ്രാൻസിസ് ലെവേനിയ മലനിരകളിലൂടെ ഏകനായി നടന്നു നീങ്ങി. നശ്വരമായ മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളും ദൈവത്തിന്റെ സ്നേഹവും തമ്മിൽ ഫ്രാൻസിസിന്റെ മനസ്സിൽ ഒരു യുദ്ധത്തിന്റെ പ്രതീതി സൃഷ്ടിച്ചിരുന്നു. ദാരിദ്ര്യത്തെ മണവാട്ടിയായി സ്വീകരിച്ചുകൊണ്ട് ലളിത ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച് ഒരു സന്യാസ സമൂഹത്തിന് തുടക്കം കുറിക്കാനുള്ള ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ച് ഫ്രാൻസിസും ഏതാനും ചില യുവാക്കളും റോമിലേക്ക് യാത്രയായി പരിശുദ്ധ പിതാവിനെ കാണാൻ.
മാർപ്പാപ്പയെ കാണാൻ കഴിയുക എന്ന അസാധ്യ കാര്യം അവർ നേടിയെടുത്തു. ഇന്നസെന്റ് മൂന്നാമൻ പാപ്പായുടെ മനസ്സിൽ ഈ യുവാവിന്റെ ഉള്ളിൽ തീ ആളിക്കത്തുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹം സന്യാസ സമൂഹം തുടങ്ങാനുള്ള അനുവാദവും ആശീർവാദവും നൽകി ഫ്രാൻസിസിനെയും സഹോദരങ്ങളെയും യാത്രയാക്കി. സ്വർഗത്തിന്റെ ഇടപെടൽ എന്നല്ലാതെ എന്താണ് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുക? അകലിൽ നിന്നും ഫ്രാൻസിസിനെ നോക്കിക്കണ്ട ലിയോ എന്ന യുവാവും അയാളുടെ കൂടെ കൂടാൻ ആഗ്രഹിച്ചു. ഫ്രാൻസിസിന്റെ ഭ്രാന്തൻ ചിന്തകളും അപകടപ്പിടിച്ച യാത്രകളും വേദനിപ്പിക്കുന്നതായിരുന്നെങ്കിലും ലിയോയ്ക്ക് എന്തോ ഒരു വലിയ ആകർഷണം തോന്നി. നടക്കണമോ? ഏറ്റവും ദുർഘടമായ വഴിയെ തന്നെ നടക്കണം. കയറ്റം കയറണോ? മല തന്നെയാവട്ടെ. കുഴിയിൽ ഇറങ്ങണോ? പാതാളം തന്നെയാവട്ടെ. ചൂട് വേണം? തീ തന്നെ ആയിക്കോട്ടെ. ഇതായിരുന്നു ഫ്രാൻസിസിന്റെ നിലപാട്. കൂടെ നടക്കുമ്പോൾ ഇടയ്ക്കിടെ ലിയോ പറയും, ഫ്രാൻസിസ്, അങ്ങയുടെ ഉള്ളിൽ പുറത്തുള്ളതിനേക്കാൾ മഴയുണ്ട്, മുകളിലുള്ളതിനേക്കാൾ വലിയ ആകാശവുമുണ്ട്. ആർക്കും വേല ചെയ്യാൻ കഴിയാത്ത ഒരു രാത്രികാലം അകലെയല്ലാതെ നമ്മെ പിന്തുടരുന്നുവോ? എന്തിനാണ് നമ്മൾ ഈ വഴിയെ നടക്കുന്നത്? ഫ്രാൻസിസിന്റെ മറുപടി വളരെ ലളിതമായിരുന്നു, വെറുപ്പും നിന്ദനങ്ങളും സ്വീകരിക്കാൻ. ലിയോ വീണ്ടും ചോദിച്ചു, എങ്ങോട്ടാ പോകുന്നത്? ദൈവം വിളിക്കുന്നിടത്തേക്ക്. ആ യാത്രക്കിടയിൽ ഫ്രാൻസിസ് ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു സംഭവം കണ്ടു. വഴിയിലതാ ഒരു കുഷ്ഠരോഗി. അയാൾ പേടിച്ച് പിന്നിലേക്ക് ഓടി. അപ്പോൾ ആ ശബ്ദം അയാൾ കേട്ടു, ഫ്രാൻസിസ്, നീ ചുംബിച്ചാൽ അയാൾ ക്രിസ്തുവായി തീരും. അയാൾ അതിവേഗം തിരിച്ചു നടന്നു. കുഷ്ഠരോഗിയെ ആർദ്രതയോടെ ചുംബിച്ചു. പിന്നെ ആ ഓരോ മുറിവും തിരുമുറിവുകളായി മാറുകയായിരുന്നു. പാദങ്ങൾ ചുംബിച്ചു നിവർന്നപ്പോഴാകട്ടെ മുന്നിൽ കണ്ടത് ക്രിസ്തുവിനെ തന്നെയായിരുന്നു. ഒരു ഭ്രാന്തനെ പോലെ ഫ്രാൻസിസ് ഓടി ഗുഹയിലേക്ക് കയറിപ്പോയി. ലിയോയും അരികിലിരുന്നു. പിന്നെ പതുക്കെ ലിയോ ആ പാദങ്ങളെ ചുംബിച്ചു. മനുഷ്യരാശിയുടെ മുഴുവൻ സഹനത്തിലുമാണ് ഞാൻ ചുംബിക്കുന്നതെന്ന് എനിക്കപ്പോൾ തോന്നി, ലിയോയുടെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ ഫ്രാൻസിസ് മണ്ണിൽ കിടന്ന് ഉരുളുകയായിരുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ഭാഷ സഹനമാണ്. ഒന്നുമില്ലാത്തവന്റെ വേദനയാണ് ഏറ്റവും വലിയ സമ്പത്ത്. എന്റെ മുറിവുകൾ ആത്മാവിന്റെ അലങ്കാരമാണ്. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഞാൻ വേദനയെ പോലും പ്രണയിക്കുന്നു. ലിയോ, ആ ചുംബനത്തിൽ അന്നെനിക്ക് ചിറകുകൾ വെച്ചിരുന്നുവോ? പറഞ്ഞു തീരും മുൻപേ എങ്ങും നിന്നോ വന്ന കുറെ കുട്ടികൾ അയാൾക്കു നേരെ കല്ലെറിഞ്ഞു. ആനന്ദത്തോടെ അയാൾ തുള്ളിച്ചാടി. ദൈവമേ, ഭൂമിയിലെ ഒരു കുപ്പായവും എനിക്ക് പാകമായിരുന്നില്ലല്ലോ, നീ തന്ന സ്നേഹത്തിന്റെ കുപ്പായം ഒഴികെ. എന്റെ ആത്മാവ് എന്റെ ശരീരത്തെക്കാൾ വലിപ്പമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശരീരം എന്നെ ശ്വാസം മുട്ടിക്കുന്നു. സ്വന്തമായി ഒന്നുമില്ലാത്ത ദരിദ്രനെ തോൽപ്പിക്കാൻ ലോകത്തിൽ ഒരാൾക്കും കഴിയില്ല. പുഴയ്ക്കപ്പുറമുള്ള സന്ധ്യകൾ നീ കൊരുത്ത ജപമാല പോലെ അഴകൊള്ളതാണല്ലോ. എല്ലാ സ്വരങ്ങളും അപസ്വരങ്ങളും ഫ്രാൻസിസിന് സംഗീതമായിരുന്നു. ചെറിയ ഒരു വിറകുവള്ളി കണ്ടാൽ മതി, അത് വയലിനാണെന്ന് പറഞ്ഞെടുക്കും. എന്നിട്ട് ഒരു കമ്പ് തോളിൽ വെച്ച് മറ്റേ കമ്പ് ബോവാക്കി ഫ്രാൻസിസ് വയലിൻ വായിക്കാൻ തുടങ്ങും. കമ്പുകളിൽ ഉരസിയ പരുക്കൻ സ്വരം ഇമ്പമുള്ള സംഗീതം പോലെ അയാൾ ആസ്വദിച്ചിരുന്നു. പുതുമഴയിൽ ഉറുമ്പുകൾക്ക് ചിറകും മുളയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? ഇത്രയും കാലം അവർ അതെവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരുന്നത്? നീണ്ട നിദ്രയിലേക്ക് പോകുന്ന പുഴു പൂമ്പാറ്റയായി വരുന്നത് കണ്ടിട്ടില്ലേ? എന്താണ് സംഭവിക്കുക? ഇങ്ങനെ ഭൂമി മുഴുവൻ ദൈവത്തിന്റെ വിസ്മയങ്ങൾ മാത്രം എന്ന് പറഞ്ഞ് ഫ്രാൻസിസ് മണ്ണിനെ ചുംബിച്ചു കിടന്നു. എല്ലാം കേട്ടിരുന്ന ലിയോ പറഞ്ഞു, ഫ്രാൻസിസ്, നീ സ്വയം അണഞ്ഞു, അല്ലെങ്കിൽ ഈ ലോകത്തിന് തന്നെ തീ പിടിക്കും. എവിടെ നിന്നോ പറന്നെത്തിയ പക്ഷികളോടും അയാൾ സംസാരിച്ചു കൊണ്ടിരുന്നു. ശരീരത്തിന്റെ പ്രിയങ്ങൾക്കും ആത്മാവിന്റെ തേങ്ങലുകൾക്കും ഇടയിൽ മുറിവേറ്റ് പിടയുന്നവന്റെ ആത്മസംഘർഷ നാളുകളിൽ ധൈര്യം പകർന്ന ജീവിതം, അത് അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതം തന്നെ. ഭൂമിയിൽ കാലുറപ്പിച്ചു നിന്ന് വിണ്ണിനെ അനുഭവിച്ചയാൾ പറഞ്ഞതെല്ലാം ജപങ്ങൾ, കർമ്മങ്ങളൊക്കെയും പ്രാർത്ഥനകൾ, ചലനങ്ങളൊക്കെയും പ്രദക്ഷിണങ്ങൾ. അതായിരുന്നു ഫ്രാൻസിസിന്റെ ജീവിതം. മണ്ണിനോടും മനുഷ്യനോടും ജീവജാലങ്ങളോടുമെല്ലാം അയാളുടെ ഉള്ളിൽ ആദരവായിരുന്നു, അലിവായിരുന്നു, സ്നേഹമായിരുന്നു. ഫ്രാൻസിസിന്റെ പ്രസംഗങ്ങൾ കൂടുതലും ഫ്രാൻസിസിനോട് തന്നെയായിരുന്നു.
ശാന്തതയിലല്ല, അന്തരംഗത്ത് കത്തുന്ന തീയിൽ ദൈവത്തെ നമുക്ക് കാണാം. വേദന അത് ഗുരുവാണ്. ഇഷ്ടമുള്ളത് ചെയ്യുന്നതല്ല, സ്വയം ത്യജിക്കുന്നതാണ് സ്വാതന്ത്ര്യം. വസ്ത്രവും സമ്പത്തും അഭിമാനവും ഞാനിതാ അഴിച്ചു മാറ്റുന്നു. ദൈവത്തിന്റെ മുമ്പിൽ നഗ്നനായി നിൽക്കട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഇപ്പോൾ ഞാനാണ്. ദൈവത്തെ കാണാൻ ഞാൻ ആകാശത്തേക്ക് നോക്കിയില്ല. എന്റെ ഉള്ളിലെ തീയിൽ ഞാൻ അവനെ കണ്ടു. മണ്ണ് കാത്തിരിക്കുന്നു നിങ്ങളുടെ നഗ്നപാദങ്ങളുടെ സ്പർശനത്തിനായി. മുടിയിഴകളിൽ തന്നോടാൻ കാറ്റും കൊതിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ഭാഷ അത് സഹനമാണ്. അപമാനത്തെക്കാൾ വലിയൊരു ബഹുമതി കിട്ടാനില്ല. കാരണം അതാണ് നമ്മെ ജ്ഞാനികളാക്കുന്നത്. വേദന അത് ദൈവത്തിന്റെ ചുംബനമാണ്. ശരീരത്തിന്റെ വേദന ആത്മാവിന്റെ ലഹരിയാണ്. അപമാനിക്കപ്പെടുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ മണ്ണിലെഴയുന്ന പുഴുവിനെ പോലെ നിൽക്കുക. കാരണം ദൈവം കുനിഞ്ഞ് മണ്ണിനെ ചുംബിക്കുന്നത് കണ്ടിട്ടില്ലേ? നീ കണ്ണടയ്ക്കുമ്പോൾ ലോകം നിന്റെ മുമ്പിൽ ഇല്ലാതാവുന്നു. അപ്പോൾ നിന്റെ ഉള്ളിൽ കത്തുന്ന തീയായി ദൈവമുണ്ടാകും. ദൈവത്തിനു വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് തെരുവിലിറങ്ങുമ്പോൾ ലോകം ചിരിക്കും. ആ ചിരിയാണ് നിന്റെ കിരീടം. ദൈവത്തിനാവശ്യം സ്നേഹത്തിൽ മുങ്ങിപ്പോയ ഇത്തരം ചില ഭ്രാന്തന്മാരെയാണ്. ഫ്രാൻസിസിന്റെ അന്ത്യനാളുകൾക്ക് സ്വർഗത്തിന്റെ സുഗന്ധമായിരുന്നു. ആ വാക്കുകളിലാവട്ടെ ആകാശത്തിന്റെ മുഴക്കങ്ങൾ. ലിയോ, ഇത്രയും നാൾ ഞാൻ ദൈവത്തിന്റെ പിന്നാലെ ഓടുകയായിരുന്നു. ഇപ്പോൾ ഞാൻ അറിയുന്നു ദൈവം എന്നെ പിന്തുടരുകയായിരുന്നുവെന്ന്. ലിയോ, നമ്മളൊന്നും നേടിയിട്ടില്ല, പക്ഷെ നമ്മളെല്ലാം സഹിച്ചു. അത് മതിയാകും. ഞാൻ പോയി കഴിയുമ്പോൾ എൻ്റെ വാക്കുകളിലെല്ലാം, എൻ്റെ മുറിവുകളിൽ തിരിയുക. നിങ്ങൾക്ക് ദൈവത്തെ കാണാം. ആ വേദനകൾ അതുമാത്രമാണ് സത്യം. ദൈവത്തിന്റെ പിച്ചക്കാരൻ അവന്റെ ജോലി പൂർത്തിയാക്കി. ഇനി അവന് വിശ്രമിക്കാം. ഓരോ മനുഷ്യനും ഓരോ ദ്വീപാണ്. കരങ്ങൾ കോർക്കുമ്പോഴും ഉള്ളിൽ ഒരു കടൽ അലറുന്നത് പോലെ ഒരു തോന്നൽ. ലോകത്തിലെ മുഴുവൻ കണ്ണീരും എന്റെ ഹൃദയത്തിൽ കൂടി ഒഴുകട്ടെ. അപ്പോൾ ഞാൻ ശുദ്ധനാകും. ലിയോ, ആ മുറിവിൽ അന്ന് ചുംബിച്ചപ്പോൾ എന്റെ ആത്മാവിനെ ഞാൻ കണ്ടു. ദൈവമേ, നിശബ്ദതയുടെ ഉള്ളിൽ ഞാൻ നിന്നെ തേടി. എന്നാൽ നീ കാറ്റായി വന്ന് എന്റെ ആത്മാവിനെ കുലുക്കുകയായിരുന്നു. എന്റെ ശരീരം മണ്ണിനോട് ബന്ധിച്ചിരിക്കുമ്പോൾ എന്റെ ആത്മാവ് ആകാശത്തോട് യുദ്ധം ചെയ്യുകയായിരുന്നു. കുരിശിന്റെ മുന്നിൽ നിന്നപ്പോൾ സ്നേഹവും വേദനയും ഒരേ ഭാഷയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ലിയോ, നമ്മളൊന്നും നേടിയിട്ടില്ല. നമുക്ക് വീണ്ടും തുടങ്ങാം. അവർക്കിടയിൽ മൗനം തണക്കെട്ടി നിന്നു. പിന്നെ ആ മിഴികൾ താനേ അടഞ്ഞു. അങ്ങനെ അസീസിയിലെ ഭ്രാന്തൻ ഒരു ചരിത്രമായി മാറി.